ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JM ട്രിപ്ലെറ്റ്സ്. പിന്നെ കുട്ടികളുടെ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ ആയിഷു എണീറ്റിട്ടുണ്ട്. ഫൈസു റൈനും എണീറ്റിട്ടില്ല കേട്ടോ. ഒരു ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കാണ്ടാണ്ട് മൂന്നാളും കിടന്നുറങ്ങിയതേനു. ആയിഷു എണീറ്റിട്ടുണ്ട്. പിന്നെ മറ്റൊരു രണ്ടാളും എണീക്കുമ്പോഴത്തേനും ഓൾക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു അച്ച് ശർക്കര വെള്ളം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാനൊരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലില്ല എന്നുണ്ടെങ്കിൽ നെയ്യായാലും മതി കേട്ടോ. നെയ്യാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ നെയ്യില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എണ്ണയിൽ കിടന്നിക്കാണ്ട് ആ പഴം നല്ലോണം ഉടഞ്ഞ് വരണം കേട്ടോ. എൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഴം ഇങ്ങനെ ചെറുതായിട്ടായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. അപ്പം തന്നെ ഇവിടെ ഫൈസു റൈനും എണീറ്റിട്ടുണ്ട്. രണ്ടാളും ഇപ്പോൾ ഞാനൊരു മിഠായി ഉണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങനെ കൊടുത്തുകാണ്ട് ഇങ്ങനെ നിർത്തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് പഴം നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ശർക്കര പാനിയും കൂടിയും ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശർക്കരപ്പാനി ഞാൻ പഴത്തിൽ നല്ലോണം പിടിച്ചാനായിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഏലക്കായൻ്റെ പൊടി നല്ല ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏലക്കായ പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നാൾ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ കൊണ്ട് ഇവിടെ ശർക്കര വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം കേട്ടോ. സമയം ഇവിടെ പാലുണ്ട്. പാൽ ഞാൻ തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഹോർലിക്സ് പൊടി കൊടുക്കുന്നുണ്ട്. ജൂനിയർ ഹോർലിക്സ് ആട്ടോ ഞാൻ അവർക്ക് കൊടുക്കാറ്. ഇവിടെ നോക്കുന്ന ഹോർലിക്സും ആയിട്ടുണ്ട്. ഞാൻ 2 ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ചൂടാറിയതിന് ശേഷം ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ ചൂടാറിയിട്ടുണ്ട്. ഞാൻ അവരുടെ ക്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണെങ്കിൽ ഓല് തന്നെ പിടിച്ചിങ്ങനെ കുടിച്ചോളും ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ. അപ്പം അതിങ്ങനെ ഒരു കൈക്ക് പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ. വെറുതെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എത്ര ഉള്ളട്ടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വ്ളോഗാണ്, ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അമൃതപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല വിഭവങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാനൊക്കെ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ. Bye. Dadah. Dadah. Bye bye. Dadah. Dadah. Dadah.